ജെറുസലേമിന് സമീപമുണ്ടായ വൻ കാട്ടുതീ ദുരന്തത്തിന് പിന്നിൽ ഹമാസിന്റെ അട്ടിമറിയെന്ന സംശയം. മനഃപൂർവ്വം കരുതിക്കൂട്ടി കാട്ടിന് തീയിട്ടതാണ് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കിയിരിക്കുന്നത്. വൻതോതിൽ തീ പടരുകയാണ്. ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോകത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നു ഇസ്രായേൽ. കഴിഞ്ഞ ദിവസമാണ് ജെറുസലേമിന് സമീപമുള്ള കാടുകളിലേക്ക് വൻതോതിലുള്ള തീ പടർന്നത്. ഹമാസിന്റെ അട്ടിമറി ശ്രമമാണ് ഇതിന് പിന്നിലെന്ന സൂചനകൾ ലഭിക്കുന്നു. 3 പേരെ ഇസ്രായേൽ പോലീസ് പിടികൂടിയിരിക്കുന്നു. ഇത് കൂടാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൻതോതിൽ ആക്രമണത്തിന് ഹമാസ് ആഹ്വാനം ചെയ്തതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. ഒരേ സമയം പലയിടങ്ങളിൽ മനഃപൂർവ്വം തീ പടർത്തുകയായിരുന്നു. പാലസ്തീൻ ജനതയോട് ഇസ്രായേലികൾ കൂട്ടത്തോടെ അധിവസിക്കുന്നതിന് സമീപമുള്ള പ്രദേശങ്ങളിൽ തീ പടർത്താനും വാഹനങ്ങൾക്കും പബ്ലിക് ട്രാൻസ്പോർട്ടിനുമൊക്കെ കേടുവരുത്താനുമുള്ള ആഹ്വാനങ്ങളാണ് ഹമാസ് അനുകൂല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജെറുസലേമിലും സമീപ പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള ഈ വൻ കാട്ടുതീ ദുരന്തത്തിന് പിന്നിൽ ഹമാസിന്റെ അട്ടിമറി ശ്രമങ്ങളാണെന്ന് ഇസ്രായേൽ സംശയിക്കുന്നു. ജെറുസലേമിനും ടെല്ലവീവിനും ഇടയ്ക്കുള്ള പ്രദേശങ്ങളിലാണ് വൻതോതിൽ തീ പടരുന്നത്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫയർഫോഴ്സുകൾ 100 കണക്കിന് ഫയർഫോഴ്സുകൾ തീ അണയ്ക്കാൻ പരിശ്രമിക്കുകയാണ്. പടുകൂറ്റൻ വിമാനങ്ങളും അതുപോലെ തന്നെ ഹെലികോപ്റ്ററുകൾ വഴിയും ഈ കാട്ടുതീ അണയ്ക്കുന്നതിന് ജലം സ്പ്രേ ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും ശക്തമായ കാറ്റുകൊണ്ട് ഈ തീ ആളിപ്പടരുന്നതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രധാനപ്പെട്ട ഹൈവേകളൊക്കെ അടച്ചിരിക്കുന്നു. ജനങ്ങളോട് ഈ പ്രദേശങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം ഇസ്രായേലി ഭരണകൂടം നൽകിയിരിക്കുന്നു. പ്രത്യേക ഷെൽട്ടറുകളും അഭയാർത്ഥി ക്യാമ്പുകളും ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ ജെറുസലേമിനും ടെല്ലവീവിനും സമീപമുള്ള പ്രദേശങ്ങളിൽ ഇതിനകം തന്നെ സജ്ജീകരിച്ചിരിക്കുകയാണ്. വൻതോതിൽ നാശനഷ്ടങ്ങൾ, കൃഷിക്കും മറ്റ് വാഹനങ്ങൾക്കുമൊക്കെ വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം ആവശ്യമായിരിക്കുന്നു. ഇസ്രായേൽ ലോകത്തോട്, പ്രത്യേകിച്ച് അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായം തേടിയിരിക്കുകയാണ്. ദേശീയ അടിയന്തരാവസ്ഥ ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹമാസിന്റെ ചതിയാണ് ഈ കാട്ടുതീ പടരുന്നതിന് പിന്നിൽ എന്ന് സ്വാഭാവികമായും ഇസ്രായേൽ വിശ്വസിക്കുന്നുണ്ട്. ഹമാസിനെതിരെ അതിരൂക്ഷമായ യുദ്ധം തുടരുന്നതിനിടയിലാണ് ജെറുസലേമിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വൻതോതിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. നിമിഷ നേരം കൊണ്ട് കിലോമീറ്ററോളം ദൂരമാണ് തീ പടർന്ന് ആളിക്കത്തുന്നത്. പടുകൂറ്റൻ മരങ്ങളൊക്കെ തന്നെ നിമിഷ നേരം കൊണ്ട് കത്തിച്ചാരമായി മാറുന്നു. കൃഷി, കിലോമീറ്ററുകളോളം ദൂരമുള്ള കൃഷി നശിച്ചു. ഹൈവേകൾക്ക് സമീപം വൻതോതിൽ കാട്ടുതീ പടരുന്നു. ജനങ്ങളുടെ സുരക്ഷ മാനിച്ചുകൊണ്ട് ഈ ഭാഗങ്ങളിലൂടെയുള്ള ഗതാഗതം സർക്കാർ പൂർണ്ണമായും നിരോധിച്ചു. ജനങ്ങളോട് വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ഇസ്രായേലി ഭരണകൂടം നൽകിയിരിക്കുന്നത്. സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറാൻ ഇസ്രായേലി ജനതയോട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള അടിയന്തര സഹായം ഇസ്രായേലിലേക്ക് എത്തുകയാണ്. തീ എത്രയും വേഗം നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴും തീ വിവിധ ഭാഗങ്ങളിൽ ആളിപ്പടരുകയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഭയാനകമായ രീതിയിലാണ് തീ വേഗത്തിൽ വിവിധ മേഖലകളിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ 100 കണക്കിന് ഫയർ എഞ്ചിനുകളും 100 കണക്കിന് മറ്റ് സുരക്ഷാ സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിട്ടുണ്ടെങ്കിലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുയർത്തുന്ന കാര്യം. ഇതിനു വേണ്ടി കൂടുതൽ ആധുനിക ഉപകരണങ്ങൾ അമേരിക്കയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് ഉടനടി എത്തിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഏറ്റവും സുപ്രധാനമായ വാർത്ത, ഈ കാട്ടുതീ ദുരന്തത്തിന് പിന്നിൽ ഹമാസിന്റെ അട്ടിമറി ശ്രമമുണ്ട്. അത് സംബന്ധിച്ച നിർണായകമായ സൂചനകൾ ഇസ്രായേലിന് ലഭിച്ചിരിക്കുന്നു. കാട്ടുതീ ദുരന്തം ബോധപൂർവം വരുത്തിയതാണ് എന്നതിന് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇതിൽ സംശയിക്കപ്പെടുന്ന 3 പേരെ ഇസ്രായേലി പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള വിവരമാണിപ്പോൾ ജെറുസലേമിൽ നിന്ന് നൽകാൻ കഴിയുന്നത്.